വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. പുതിയൊരു ഷാർട്ട് ഓഫ് എക്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സമയം ഇപ്പം 5:28 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പമാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിലോട്ട് പോകും. കൈസ് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫുഡ് റെഡി ആയി ചേട്ടാ. 70-99. യെസ്, ഫുഡ് കിട്ടിയിട്ടുണ്ട്. ദോശ വടയാണ് കേട്ടാ. രാവിലെ ഒരു മഴ പെയ്യാൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ചിലപ്പോ പെയ്യും കേട്ടാ. കസ്റ്റമർ കൊടുക്കാനുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടാ. ഫ്രണ്ട് കയറ്റെന്നാണ് പറഞ്ഞത്. ചിലപ്പോ അവിടെ കസ്റ്റമർ അവിടെ നിൽക്കുമായിരിക്കും കേട്ടാ. മൂന്നെണ്ണം റിസർവേക്കാണോ? മൂന്നെണ്ണം. അതെ, ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ് കേട്ടാ. ഫ്രണ്ട് കയറ്റെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും പുള്ളി. ആ ശരി, ഓക്കെ. 48 രൂപ 39 പൈസന് കിട്ടിയത്. ഏകദേശം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ശ്രീ അനന്താസ് ആണ് കേട്ടോ. നമ്മളെ പവർ ഹൗസ് റോഡ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം. ഒരു മഴ ഇപ്പൊ പെയ്യും കേട്ടോ. പോവാനുള്ളത് ഇന്ന് തിരക്ക് കുറവ്. അല്ലെ സാധാരണ ഈ സമയത്തൊക്കെ ഫുള്ള് മഴവങ്ങാടി ആ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. കഴിച്ചപ്പോ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹോട്ടൽ അനന്താസ് കേട്ടോ, നമ്മളെ പവർ ഹൗസ് റോഡിന്റെ അവിടുത്തെ. അപ്പൊ ഐറ്റം റെഡി ചോക്കാം. കഴിച്ച ഫുഡ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം, സമയമുണ്ട്. കഴിച്ചപ്പോ കൊടുക്കാനുള്ള വഞ്ചൂരാണ് കേട്ടാ. വഞ്ചൂര് ഇവിടുന്ന് 3.4 കിലോമീറ്റർ ഉണ്ട്. മഴ പെയ്യണേന് കുഴപ്പമില്ല, പക്ഷെ ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് പെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടുപോണത്. കോട്ടൊന്നും എടുത്തിടാൻ സമയം കിട്ടൂല. മിക്കവാറും പഴവങ്ങാടി അതിലേക്ക് ഇറങ്ങി പോകാനാണ് കാണിക്കുന്നത് തോന്നുന്നത് കേട്ടാ. അണ്ണ റൈറ്റ് ആണോ പോണത് ലെഫ്റ്റ് ആണോ പോണത് ഒന്നും മനസ്സിലാവില്ലല്ലേ. അയ്യേ അണ്ണാ, ഇൻഡിക്കേറ്റർ അടക്കണം അണ്ണാ. ഓഫ് ചെയ്യാൻ മറന്നുപോയാണ് തോന്നണം കേട്ടാ. കാരണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നേരെ പോവേണ്. ഓഫ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. നമുക്ക് പഴവങ്ങാടി റൂട്ടിലോട്ടാണ് പോകാനുള്ള കേട്ടോ. അതിലേ കൂടെ കറങ്ങിയായിരിക്കും പോകാനുള്ള കേട്ടാ. അണ്ണൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലോട്ട് തിരിയാണ്. വഞ്ചൂർ കോടതിയിൽ അവിടെ ഉള്ള കരിക്ക് വിൽക്കാനാണ് കേട്ടോ. 2-3 കടയുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടാ. കൈസ അപ്പൊ അവിടെയാണ് കേട്ടാ. കുറച്ച് ഇപ്പുറം ഉള്ള പട്ടി. ശരി, ഓക്കെ. ഗൈസ്, അപ്പൊ ഇപ്പൊ കൊടുത്ത ഓർഡർ 37 രൂപ 80 പൈസനാട്ടാ കിട്ടിയത്. അപ്പൊ അടുത്ത നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ റെസ്റ്റോറന്റ് ആണ്. ഇവിടുന്ന് 2.2 കിലോമീറ്റർ ഉള്ളു കേട്ടോ. അല്ല ആ കൂട്ടി. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടാ. അമ്പലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കിയില്ല കേട്ടാ. ഇവിടെ ഒതുക്കാം. ഒതുക്കിട്ട്
അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കല്ലേ. റെഡി ആയില്ല. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. $73.01. ഗൈസ് അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓംപ്ലേറ്റ്, പുട്ട്, കടല കറിയാണ് കേട്ടോ. പനച്ചമൂട് പൊട്ടക്കുഴിയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ഇതിൽ കൊടുത്തേക്കണേ. 3.9 കിലോമീറ്റർ ഉണ്ട്. 3.9 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഗൈസ് നമ്മള് പട്ടം എത്തിയിട്ടുണ്ട്. പട്ടമല്ല കേട്ടോ, സോറി, പൊട്ടക്കുഴി സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പോകാനുള്ളത്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഒരു കിലോമീറ്ററിനേ ഉള്ളൂ. ഗൈസ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ വീടാണ് കേട്ടോ, സ്ട്രൈറ്റ് കാണുന്ന ഈ വീടാണ്. ശരി, ഓക്കെ, ശരി. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പേര റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ക്യാമറയ്ക്ക് ഭയങ്കര ചാട്ടം. ഒരു മിനിറ്റ് ഒന്ന് ശരിയായിക്കോട്ടെ. ഗൈസ് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയില്ലെന്ന് അറിഞ്ഞൂടാ കേട്ടോ. റെഡി വന്നില്ല, ചിലപ്പോൾ അവിടെ കാണും സാധനം. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഗൈസ് ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ, തോനെയുണ്ട്, ലോഡുണ്ട്. ഗൈസ് അപ്പോൾ ഉഴുന്നുവട 2 എണ്ണം, മസാല ദോശ 1, ഇഡ്ഡലി സെറ്റ് 7 എണ്ണം കേട്ടോ. 7 ഇഡ്ഡലി സെറ്റാണ്. അഞ്ചിലുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാറോട്ട് കൊണ്ട് കൊടുക്കാനുള്ളത് 5 കിലോ ഉണ്ട് കേട്ടോ. ബാഗ് ഒരു സൈഡിലോട്ട് ചാഞ്ഞ്. 7 സെറ്റ് ഇഡ്ഡലി ഉണ്ട്. കോംബോയാണ്. പാറോട്ട് പോകണമെന്ന് കേട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, അടുത്ത് തന്നെ. ഇതൊക്കെയാണ് ഓർഡർ അല്ലേ, ഇതൊക്കെയാണ് ഓർഡർ. അല്ല 5-10 കിലോമീറ്റർ അല്ല, ഷാഡോയിലേ നമുക്ക് ദൂരോട്ട് പോയാൽ പണി പാളും, ഓർഡർ സമയത്ത് കിട്ടൂല. അപ്പൊ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം. ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീടാണ് കേട്ടോ. ശരി, ഓക്കെ. 35 രൂപയാണ് കിട്ടിയത്. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സുപ്രീം ബേക്കറിയാണ് കേട്ടോ, സഞ്ചരിക്കുകയാണ്. ഇവിടെ വിഷയമാണ് കേട്ടോ. ഇവിടെ സൂക്ഷിച്ച് പോയില്ലേ പണി പാളും. ആഹാ, അടിപൊളി. $6462. ഓ ഗൈസ് അപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. കപ്പ വേവിച്ചത്, അവിയൽ, പുളിശ്ശേരി, കപ്പ് കേക്ക്, ട്യൂബ് കേട്ടോ. ഗൈസ് അപ്പോൾ കൊടുക്കാനുള്ള ഗൾഫ് ലിങ്ക് റോഡാണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടെ. ഈ പണ്ടാരം കോട്ടും കൂടി ഇട്ടെങ്കിലുണ്ടേ. നമുക്ക് ഇങ്ങോട്ടാണ് പോവാ കേട്ടോ, ലെഫ്റ്റിലോട്ടാണ് പോവാനുള്ളത്. ഗൈസ് അപ്പോൾ ഈ ഫ്ലാറ്റിലാണ് കൊടുക്കാനുള്ളത് ഗോൾഫ് ലിങ്ക്. അമ്പോ, ഓ ആ ഒന്ന് പോയി.
ഗൈസ് അപ്പം ഒന്ന് ബി ഏട്ടാ, ഒന്ന് ബി. ശരി ഗൈസ് അപ്പം 30 രൂപയാണ് കേട്ടാ കിട്ടിയത്. ഓടാൻ ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ ഉള്ള പ്രശ്നമാണ് കേട്ടോ, നമ്മളെ വാഴയിലെ പുല്ല് വെള്ളത്തിൽ. ഇതെന്താ പുല്ല് വെള്ളമായി കേട്ടോ, ഇവിടെ പുല്ല് വെള്ളമായി. ഇപ്പൊ ഏകദേശം വണ്ടി പിന്നെ സ്റ്റാർട്ടാവില്ല, ഓഫായി പോകാൻ വരും. സമയം എന്ന് പറയണത് നല്ല സമയമായി കേട്ടോ, ഫോൺ എടുക്കാൻ പറ്റില്ല, നനയും. ഇപ്പോൾ 12 മണി കൊണ്ടായിരുന്നു അവസ്ഥ, ചെയ്യാൻ പറ്റും. ഗൈസ് നമുക്ക് ഇന്നലെ ടോട്ടൽ ഷാഡോ എഫക്ട്സിൻ്റെ ഫുഡ് ഡെലിവറി ചെയ്തു. ടോട്ടൽ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1062 ടോട്ടൽ കിട്ടിയത് കേട്ടോ. പിന്നെ 9-10 മണിയായപ്പം നല്ല മഴയും പെയ്തു, പെരുമഴയായിരുന്നു. നനഞ്ഞ് കുളിച്ച് ഒരു പരുവായി കേട്ടോ, കോട്ടൊന്നും എടുത്തിടാൻ പറ്റിയില്ല. അതിന് മുമ്പേ ശക്തമായിട്ടുള്ള മഴ പെയ്ത് ഫുള്ള് നനഞ്ഞ്, ബാഗ് കംപ്ലീറ്റ് നനഞ്ഞ്, ഫോൺ നനഞ്ഞ്, എല്ലാം കംപ്ലീറ്റ് നനഞ്ഞ്. പിന്നെ സൊമാറ്റോ കുറച്ച് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് രാത്രി നമ്മൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പെരും മഴയായിരുന്നു, അതുകൊണ്ട് ക്യാമറ ചാർജ് ചെയ്യാനും പറ്റിയില്ല, എടുത്ത് സെറ്റ് ചെയ്യാനും പറ്റിയില്ല. സോറി ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.